വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ. അപ്പോൾ എന്നൊരു ഗെയിം കളിക്കുന്ന ഒരു സുന്ദരി കുട്ടി എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫാൻസ് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. എന്തായാലും ആ കുട്ടി എന്നെ കുറിച്ച് എന്താ റിയാക്ട് ചെയ്തതെന്നൊന്ന് നമുക്ക് ജസ്റ്റ് കാണാം. എന്നിട്ട് എൻ്റെ അഭിപ്രായം. ചന്ദ്ര, നീ അസൂയപ്പെടരുത് കേട്ടോ. ഷമീർ പുണ്ടച്ചി മോനെ ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ കുട്ടി പയ്യെന്ന് പറയാണ്. ഇപ്പൊ എന്താണ് ഇപ്പൊ ഇത്ര മോശമായിട്ട് എന്നെ കാണുന്നത്? നിങ്ങളൊക്കെ എന്നെന്തിനാ എങ്ങനെ അയ്യേന്ന് കാണുന്നത്? മനസ്സിലാകട്ടെ ചോദിക്കുക. കുഴപ്പമില്ല. അവൻ അവിടെയും കൊണ്ടുവച്ചോ? എനിക്ക് മമിത ബൈജുവിന് ഇഷ്ടമുള്ള കാര്യം ഈ കേരളത്തില് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മമിതേനോട് ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ല, ഉറപ്പായിട്ടും പറയും. നേരിൽ കണ്ടാൽ ഞാൻ പറയും. ഇതിനെന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത്? എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് പറ്റുന്ന രീതിയിൽ അത് നിങ്ങൾ അംഗീകരിക്കും. ഒന്നും അംഗീകരിക്കാൻ പറ്റൂല. എൻ്റെ കഴിവിനെ ഒന്നിനും അംഗീകരിക്കാൻ പറ്റില്ല. പോട്ടെ കുട്ടി, ഇനി അടുത്ത പറ. ഇവന് വയ്യേടാ. എനിക്ക് അറിയാൻ വയ്യായിട്ട് ചോദിക്കും. ഇവന്റെ പ്രശ്നം എന്താ? ഇവൻ ഇങ്ങനൊരു മുഖം കൊടുത്തു എന്ന് വെച്ചിട്ട് നാട്ടിൽ കണ്ട് എല്ലാവരുടെയും ഒപ്പം അവന്റെ മുഖം കയറ്റി വെക്കുന്ന എന്തിനാണ്? കൊച്ചേ, നീ എന്നെ ചെറുതാക്കല്ലേ. എന്താ, എനിക്ക് നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും പോയി ഫോട്ടോ എടുത്തേക്കേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടപ്പെട്ടൊരു കുട്ടി മമിത. അപ്പൊ ആ കുട്ടീൻ്റെ അടുത്ത് ഫോട്ടോ വെച്ച് എൻ്റെ ഭാവി വധു, അത് എൻ്റെ ഇഷ്ടമല്ല. എന്തിനു നിങ്ങൾ ഇങ്ങനെ ആയി? നാളെ ഞാനൊരു പൃഥ്വിരാജോ ഈ ഇന്ദ്രജിത്തോ വിജയണ്ണനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഒന്നിക്കും. അപ്പം നിങ്ങൾ ഒന്ന് കാണാൻ കൊതിക്കുക എന്നെയും മമിതേനെയും. അപ്പം അസൂയപ്പെടരുത് കേട്ടോ. ഞങ്ങളെ കല്യാണമൊക്കെ വരുമ്പോൾ അസൂയപ്പെടരുത്. എനിക്കതേ പറയാനുള്ളൂ. കാരണം പറയല്ലേ, സ്നേഹം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. എൻ്റെ മുഖത്തിന് ഒന്നും ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമില്ല. ഇന്നെനിക്ക് വിഷമമില്ല. ഞാനെന്തായാലും ഷാറുഖ് ഖാൻ ആണല്ലോ. உனக்கு 17, எனக்கு 15. ஐ லவ் யூ அமலா, ஐ லவ் யூ. നീ എന്നെ മറ്റും ഇത്ര നാള് കാതലിച്ചു. ഉച്ചക്കിന് നാണം വരുന്നത്. എടാ, എൻ്റെ അമലാ ഷാജിന്റെ റൊമാൻസ് കാണുമ്പോൾ നിനക്ക് എന്നല്ല കേരളത്തിലെ എല്ലാവർക്കും നാണം വരും, അസൂയം വരും. പറഞ്ഞിട്ട് കാര്യം, ചന്ദ്രന് കുറച്ച് അസൂയം ഇതുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. മൊത്ത് അസൂയക്ക് മരുന്നില്ലേ ചന്ദ്ര? എടാ ചന്ദ്ര, പാൻ വേൾഡ് ചലഞ്ചിങ് സ്റ്റാർ മിഥുനണ്ണ ആക്ടറിന് അറിയില്ല? വേൾഡില് ഇനി അറിയപ്പെടാനുള്ള സാധ്യതയുള്ള നടൻ അറിയില്ലല്ലേ? ഷാറൂഖ് ഖാന്റെ റെക്കോർഡ് ഇനി ആ സിനിമയിലേക്ക് പോയാൽ ഇതാ എടുക്കാൻ പോകുന്നത്. അറിയോ ഷാറൂഖ് ഖാന്റെ റെക്കോർഡ്? എടാ ചന്ദ്ര, എൻ്റെ കഴിവിനെ ഒന്നും ഇങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ ഉടൻ ബിഗ് സ്ക്രീനിൽ വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതാ. നീ അന്ന് എൻ്റെ സിനിമ മിഥുനണ്ണ സൂപ്പർ സ്റ്റാർ മലയാളത്തിലൊരിടം ഞാൻ പിടിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ ആവും ഉറപ്പാ. ഗേൾസ് ആരാധികമാർ ഇപ്പോഴേ ഉണ്ട്. നീ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കൂടും. അപ്പം ഞാൻ എന്തായാലും മലയാള സിനിമയിൽ കയറും. അന്ന് നീ എൻ്റെ സിനിമ കണ്ട്, എൻ്റെ അഭിനയം കണ്ട് നീ കരയും ചന്ദ്ര. നീ കരയും. ഇതിനൊക്കെ നീ കളിയാക്കി എന്നെ കരയും ചന്ദ്ര. നീയും നിൻ്റെ ടീംസും കരയും, ഫാൻസും കരയും. ഓക്കെ?